അതിരപ്പള്ളി മലക്കപ്പാറ വഴി വാൽപ്പാറ പോകുന്ന യാത്രയും അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമസ്കാരം, ഞാൻ അതുൽ. ഈ കാണുന്ന 6 വണ്ടിയിലായിട്ട് 12 പേരാണ് കേട്ടോ ഞങ്ങളുണ്ടായിരുന്നത്. രാവിലെ 8 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഏകദേശം 10 മണിക്ക് മുന്നായിട്ട് ചെക്ക് പോസ്റ്റ് കിടന്നു കേട്ടോ. പിന്നീട് മലക്കപ്പാറ വരെയുള്ള യാത്ര കാട്ടിലൂടെയാണ് കേട്ടോ. രാവിലെ തന്നെ ജീനിക്കാസിൻ്റെ ബസ് സർവീസ് ഉണ്ടെങ്കിലും ഞങ്ങൾ 12 പേരോളം ഉണ്ട് കേട്ടോ. നമ്മൾ 6 ബൈക്കിനായിട്ടാണ് നമ്മൾ പോയത്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്നുള്ള യാത്രയല്ല, ഇത് ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്നുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അതെ, ഞങ്ങളുടെ സ്വന്തം കണ്ണഞ്ചേട്ടൻ്റെ അപ്പൂസ് 2 വീലർ വർക്ക്ഷോപ്പിൽ നിന്നുള്ള യാത്ര. ആഴ്ചയിൽ 6 ദിവസം പണിയെടുത്ത് 7ാമത്തെ ദിവസം, അതായത് ഞായറാഴ്ച, മനസ്സും ശരീരവും കൂളാക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു യാത്രയാണ് കേട്ടോ. മറ്റ് സുഹൃത്തുക്കൾക്കിടയിലുള്ള യാത്രകൾ നടന്നില്ലെങ്കിലും ഞങ്ങളുടെ വർക്ക്ഷോപ്പിലെ യാത്ര മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്നുണ്ട്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ഭാഗമാവും കേട്ടോ. എനിക്ക് ഡയറക്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ കാട്ടിലൂടെയുള്ള യാത്രയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഷോളയാർ ഡാമും അതിൻ്റെ കാഴ്ചകളും എല്ലാം കണ്ട് പതുക്കെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ട് കയറി കേട്ടോ. മറ്റ് നാടുകളിൽ നിന്ന് തമിഴ്നാടിന് അത്രയധികം വ്യത്യസ്തമാക്കുന്നതും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയമാക്കുന്നതും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും കൾച്ചറും എല്ലാമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര അത് അത്രമേൽ ഭംഗിയാണ്, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര. ഇരുവശങ്ങളിലും തണലായിട്ട് വലിയ വലിയ മരങ്ങളും റോഡും അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ട് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പുറമേ നിന്ന് കാണാനും യാത്ര ചെയ്യാനും അത്ര കംഫർട്ടബിളാണ് കേട്ടോ. അങ്ങനെ ഏതാണ്ട് 60 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമ്മൾ വാൽപ്പാറയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എത്തി കുറച്ച് നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരെ കുഴപ്പമുണ്ടായില്ല. ഭക്ഷണം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഗംഭീര മഴയും അതിനൊത്ത കോടമഞ്ഞും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റിയിട്ടോ. ഈ കയറി വരുന്ന ബസ് നമ്മളുടെ KSRTC സ്വിഫ്റ്റ് പോലെ തമിഴ്നാട് ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ ബസ്സാണ് കേട്ടോ. പ്രധാന നഗരങ്ങളിൽ കണക്ട് ചെയ്തിട്ടുള്ള സർവീസാണ് കേട്ടോ ഈ ബസ് നടത്തുന്നത്. നമ്മൾ ഏകദേശം ഒരു 1:30-2 മണിയോടുകൂടി അവിടെ എത്തുകയും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളെല്ലാം കണ്ട് നമ്മൾ പതുക്കെ തിരിക്കാണ്ടുണ്ടായിരുന്നത്. പിന്നീട് മഴ പെയ്തല്ലോ. നമ്മളുടെ ഈ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വെറും വ്യൂ പോയിന്റുകളോ മറ്റ് സ്ഥലങ്ങളോ കാണുക എന്നുള്ളതല്ല, യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മെയിൻ. ആ യാത്രയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, പരിചയപ്പെടുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ആ വഴികളും വണ്ടി ഓടിക്കുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസും ഇതെല്ലാം ആണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള മലയേരിയകളിലേക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും മഴയുണ്ടാവും. അപ്പോൾ മഴയത്ത് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൈ നല്ല രീതിയിൽ മരവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഗ്ലൗസും ഹെൽമെറ്റും മറ്റ് റൈഡിങ് കിറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് യാത്ര ചെയ്യാമെന്നാണ് ഞാൻ പറയുള്ളൂ. അങ്ങനെ കുറച്ചധികം ദൂരം നമ്മൾ യാത്ര ചെയ്തപ്പോൾ മഴയെല്ലാം കഴിഞ്ഞു കേട്ടോ. വന്ന വഴിയെല്ലാം നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ പൊള്ളാച്ചി വഴിയാണ് തിരിച്ചു പോകുന്നത്. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏകദേശം 10,000-70,000 കിലോമീറ്ററാണ് ഞാൻ വണ്ടി ഓടിച്ച് കൂട്ടിയിരിക്കുന്നത്. അത്ര നാൾ വണ്ടി ഓടിച്ചിട്ട് കിട്ടാത്ത അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ വാൽപ്പാറയിൽ നിന്ന് നമ്മൾ പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ആ ചുരമിറങ്ങുന്ന സമയത്ത് കിട്ടിയ ഒരു കാഴ്ചകളും അത് ആ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനിയും ഒരിക്കൽ കൂടി പോകാനായിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും അടിക്കാതെ ഞാൻ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ അത്. അങ്ങനെ ചുരമെല്ലാം ഇറങ്ങി താഴത്തെത്തിയതിന് ശേഷം പൊള്ളാച്ചിയിലോട്ട് നമ്മൾ കയറുന്നില്ല. ഇതിന് മുന്നേ നമ്മൾ തിരിഞ്ഞു പോരും കേട്ടോ. കൊല്ലങ്കോട് കയറുന്ന വഴിയിലോട്ടാണ് നമ്മൾ പിന്നീട് തിരിഞ്ഞു പോരുന്നത്. അവിടെ നിന്നും കൊല്ലങ്കോടും കടന്ന് വടക്കഞ്ചേരി വരെയുള്ള യാത്ര അത്രമേൽ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളും മറ്റുമുണ്ട് നമുക്ക് സമ്മാനിക്കുക. നിങ്ങളതിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടാനായിട്ട് മറക്കരുത്. അങ്ങനെ നമ്മൾ ആനമല ടൈഗർ റിസർവിലൂടെയാണ് കേട്ടോ നമ്മളുടെ യാത്ര. നമുക്ക് പോകുന്ന വഴിക്ക് ആനമല ഡാം കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പറഞ്ഞു പോയിട്ടുള്ള പല സ്ഥലങ്ങളിലെ വീഡിയോസും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. കാര്യം ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു. ബാക്കിലുള്ള ബിലാലാണ് എനിക്ക് വീഡിയോസ് എല്ലാം എടുത്ത് തന്നതും. നിങ്ങളൊരു ഞായറാഴ്ച വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു 10 മണിയോട് കൂടി നമുക്ക് തിരിച്ച് വീട്ടിലെത്താവുന്ന നല്ലൊരു യാത്രയാണ് കേട്ടോ അത്. അതിപ്പോൾ ബൈക്കിന് പോകാനായാലും ബസ്സിന് പോകാനായാലും അത്രമേൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതും ആയിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആകാനായിട്ട് ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ വാൽപ്പാറ. വാൽപ്പാറ എന്നതിനേക്കാളുപരി അവിടേക്ക് പോകുന്ന വഴികളും അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ
നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ. ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഇനിയുള്ള യാത്രകളിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. അങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരം കുതിരാനൊക്കെ എത്തിയപ്പോഴത്തേനും വീഡിയോസ് എല്ലാം എടുത്ത് നമ്മുടെ മൊബൈലിലെ ചാർജ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് അവൈലബിൾ ആണ്. അവിടെയും കണക്റ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.